ഇവിടെ എല്ലാ കൂട്ടുകാരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ബ്ലസ്ഡായിട്ടുള്ള ഒരു ഈവനിങ്ങാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഇന്നും നമ്മളൊരു നല്ല ജീവിതാനുഭവം കേൾക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട ടിജോയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ടിജോയെ കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ നമ്മൾ പരിചയപ്പെട്ടതാണ്. ഇവിടെ മീറ്റിങ്ങിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്തതാണ്. എന്നാൽ ടിജോ ജോലി ചെയ്തത് കൊണ്ട് പലപ്പോഴും ഷിഫ്റ്റ് ഡ്യൂട്ടിയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ചൊവ്വാഴ്ച വൈകിട്ട്, നമ്മുടെ സൂം മീറ്റിംഗ് എല്ലാ ദിവസവും ചൊവ്വാഴ്ച വൈകിട്ടാണല്ലോ എല്ലാ ആഴ്ചയിലും നടക്കുന്നത്. അതുകൊണ്ട് ടിജോയ്ക്ക് നമ്മളോട് ജോയിൻ ചെയ്യാൻ കുറേ തടസ്സങ്ങൾ വന്നു. പക്ഷേ ദൈവമായിട്ട് ഈ ഒരു വീക്കിൽ നമുക്ക് വേണ്ടി ഇങ്ങനൊരു സാവകാശം ഒരുക്കി. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ആസാദി ടി വിയിലൂടെയും പിന്നീട് ഒക്കെ ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ ഇന്നത്തെ ശുശ്രൂഷ ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോയിൻ ചെയ്ത എല്ലാ പ്രിയ കൂട്ടുകാരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാ ജീവിതത്തിൽ കർത്താവിൻ്റെ ഒരു അനുഗ്രഹം ഇന്ന് വെളിപ്പെടുവാനിടയായി തീരട്ടെ. റാന്നി കുന്നത്തുനിന്ന് പ്രിയപ്പെട്ട സിജിയാണ് നമുക്ക് ടിജോയുടെ നമ്പർ തന്നത്. ഞങ്ങൾ നന്ദി പറയുകയാണ്. കർത്താവ് സഹായിക്കാനിടയായി തീരട്ടെ. വളരെ സ്നേഹത്തോടു കൂടെ ആദരവോടുകൂടെ പ്രിയപ്പെട്ട ടിജോയെ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം. പ്രൈസ് ലോർഡ്. എവിടെ നിന്നാണ് മോനെ ജോയിൻ ചെയ്തത്? മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് അടൂരിലാണ് വർക്ക് ചെയ്യുന്നത്. അടൂരാണ് വർക്ക് ചെയ്യുന്നത്. മെഡിക്കൽ ഫീൽഡ് മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് വർക്ക് ചെയ്യുന്നത്. മെഡിക്കൽ ഫീൽഡില്ല. അതെ അതെ. അവിടെ PRO വിത്ത് കൗൺസിലറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ശരി. കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. ഓ ശരി. അപ്പോൾ പല ഡ്യൂട്ടി ചേഞ്ച് ചെയ്ത് വരുമ്പോൾ ഷിഫ്റ്റ് ഡ്യൂട്ടി ആണോ അതോ കൂടുതലും ഈവനിങ് നൈറ്റും ഒക്കെ ആണോ? ഷിഫ്റ്റ് ഡ്യൂട്ടി ഉണ്ട്, ചില ദിവസങ്ങളിൽ 24 ഉണ്ട്. ശരി. അപ്പം ടിജോയുടെ വീടൊക്കെ എവിടെയാ ശരിക്കും? എൻ്റെ വീട് കല്ലുപ്പാറയിലാണ്, കുമ്പനാടിനടുത്ത്. ഓക്കെ ഓക്കെ. കല്ലുപ്പാറ. എനിക്കൊന്ന് നമ്മുടെ കുമ്പനാട്ടിൽ നിന്ന് മല്ലപ്പള്ളിക്ക് പോകുന്ന അല്ലേ? അതെ അതെ അതെ. ശരി. ദൈവം സഹായിക്കട്ടെ. അപ്പോൾ ഞാൻ ഇനി ഒട്ടും സമയം എടുക്കുന്നില്ല. മുന്നോട്ടുള്ള സമയം പ്രിയപ്പെട്ട ടിജോയ്ക്ക് നൽകുകയാണ്. നമ്മളെല്ലാം കേൾക്കാൻ റെഡിയാണ്. ജീവിതാനുഭവങ്ങളൊക്കെ പറയണം. അത് വലിയ ദൈവനാമഹത്വത്തിന് കാരണമായി തീരട്ടെ. നമ്മുടെ ചാനലിലൂടെ അനേകർക്കത് ബ്ലെസ്സിങ് ആയി തീരട്ടെ. ഇനിയുള്ള സമയം മുഴുവൻ തരിക കേട്ടോ. ലാസ്റ്റ് നമുക്ക് പിന്നെ ഒന്നുകൂടെ ഒന്ന് സംസാരിച്ച് കൺക്ലൂഡ് ചെയ്യാം. ശരി. സഹായിക്കട്ടെ. അപ്പം എല്ലാവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കൂടാതെ ദൈവത്തിന് ഒരുപാട് മഹത്വം കൊടുക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി നൽകിയ പാസ്റ്റർ ഫിനിയോടും സിജി സിസ്റ്ററോട് നന്ദി അറിയിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ചെറിയ ഒരു കാഷ്വൽ രീതിയിലാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അടിയന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ചില ഉപകാരങ്ങളും ദൈവം നൽകിയ ചില അനുഭവങ്ങളും ഈ ഒരു മീഡിയയിലൂടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിലേറെ ഒരുപാട് സന്തോഷം. എന്റെ ഒരുപാട് മെന്റേഴ്സും ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അനീഷ് ഷാൻ, അതേപോലെ ലിൻസ് പാസ്റ്റർ, അങ്ങനെയൊക്കെയുള്ള പല ആൾക്കാർ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ എന്റെ പഠിച്ച പല ഫ്രണ്ട്സ് ഇതിലുണ്ട്. അതിലൊക്കെ ഓർത്ത് ഞാൻ ഒരുപാട് സന്തോഷം കരയറ്റുന്നു. കാരണം ഇങ്ങനെ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്ന പാസ്റ്റർ ഫിനി പാസ്റ്ററിനോടും ഈ ഒരു അസാദി ഗ്രൂപ്പിനോടുള്ള നന്ദി അറിയിക്കുകയാണ്. അപ്പം ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വാക്യത്തിൽ നിന്ന് ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ എൻകറേജ് ചെയ്യുന്ന ഒരു വാക്യം. അതിങ്ങനെയാണ്: യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിയുവിൻ. ആക്ച്വലി അടിയന്റെ ജീവിതത്തിൽ ജനിച്ച നാൾ മുതൽ ഇന്ന് വരെയും കർത്താവിന്റെ ആ ഒരു ഗുഡ്നെസ്സിനെ, ദൈവത്തിന്റെ ആ സ്നേഹത്തെ രുചിച്ചറിയുവാൻ ഇടയാക്കിയ മഹാഭാഗ്യം ഓർത്ത് ദൈവത്തോട് എപ്പോഴും നന്ദി കരയറ്റുന്നു. അപ്പൊ ഞാൻ എന്നെ തന്നെ ഒന്നുകൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. എന്റെ പേര് ടിജോരാജ് എന്നാണ്. ഞാനിപ്പം മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് അടൂരിൽ PRO ആയിട്ടും കൗൺസിലറായിട്ടും വർക്ക് ചെയ്യുകയാണ്. അവിടുത്തെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ PRO ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല ഓപ്പർച്യൂണിറ്റീസ് പറഞ്ഞിരുന്നു, പക്ഷെ അന്നൊന്നും ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. കാരണം പല ദിവസങ്ങളിൽ നൈറ്റ് ഷിഫ്റ്റുകളൊക്കെ ആയതുകൊണ്ട് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ ഇന്ന് നല്ലൊരു അവസരം ദൈവം എനിക്ക് നൽകി. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തോട് ഒരുപാട് നന്ദി പറയുകയാണ്. അപ്പം അടിയന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ചില ഉപകാരങ്ങൾ, അനുഭവങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ ഒരു പാസ്റ്ററിന്റെ മകനാണ്. എന്റെ പശ്ചാത്തലം എന്ന് പറയുന്ന ഒരു പെന്തക്കോസ്ത് കുടുംബം തന്നെയാണ്. എന്റെ പപ്പയുടെ പേര് രാജൻ മാത്യു എന്നാണ്. ഞങ്ങൾ IPCയിലെ ചർച്ചിലെ കല്ലുപ്പാറ IPC ചർച്ചിലാണ് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ചർച്ചും സ്വന്തമായിട്ട് സ്ഥലമൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ തന്നെയാണ് ഞങ്ങൾ സ്ഥവ പണിതതും, അവിടെ തന്നെയാണ് ഞങ്ങളിപ്പം ഉള്ളത്. അപ്പം പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു പെന്തക്കോസ്ത് പശ്ചാത്തലം തന്നെയാണ് എനിക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് കർത്താവിനെ പണ്ട് മുതൽ അറിയാം. എന്നാൽ
കർത്താവിനെ യഥാർത്ഥമായിട്ട് ഞാൻ തിരിച്ചറിഞ്ഞിട്ട് ഒരു 4-5 അല്ലെങ്കിൽ 7 വർഷമായിട്ടേ ഉള്ളൂ. കാരണം പേരുകൊണ്ട് ഞാൻ പെന്തക്കോസ്തുകാരനായിരുന്നു. പക്ഷെ എന്നാൽ കർത്താവിന്റെ യഥാർത്ഥമായ, ഞാൻ മുമ്പേ പറഞ്ഞ വാക്യം പോലെ, യഥാർത്ഥമായിട്ട് രുചിച്ചറിയാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ. ആ രുചിച്ചറിഞ്ഞതിന് ശേഷം അടിയന്റെ ജീവൻ തന്നെ ഒരുപാട് ആത്മീയമായിട്ട് വളരാനും ദൈവം നമ്മളെ സഹായിച്ചു. അപ്പം എന്റെ ജീവിതത്തിലെ ഒരു പാഷൻ എന്ന് പറയുന്നത് ടീനേജേഴ്സും കുഞ്ഞുങ്ങളുമായിരുന്നു എന്റെ ഏറ്റവും വലിയ പാഷൻ. അവരെ ക്രിസ്തുവിലേക്ക് നയിക്കുക എന്നതായിരുന്നു എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പം ഇതിലേക്ക് തിരിയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്നത് ഒരു ദർശനമായിരുന്നു. അപ്പം ഞാൻ എന്റെ ജീവിതം ചെറുപ്രായം മുതൽ VBSനൊക്കെ പോയി, പല ക്യാമ്പുകളിലൊക്കെ പങ്കെടുത്തു. അന്നൊക്കെ ആൾക്കാരുടെ ഒരു ഓളത്തിന് ഞാൻ രക്ഷിക്കപ്പെട്ടു. പക്ഷെ എന്നാൽ അതിലെല്ലാം ഉപരിയായിട്ട് യഥാർത്ഥമായ ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് ഞാൻ വന്നത് എന്റെ 10ാം ക്ലാസ്സിലാണ്. ഞാൻ 10ാം ക്ലാസ് പഠിച്ച സമയത്ത് ആ കൂട്ടത്തിൽ ഏറ്റവും തരികടെ ഒന്ന് പറയുവാണെങ്കിൽ ടിജോരാജൻ കഴിഞ്ഞിട്ടുള്ളായിരുന്നു. അത്രയ്ക്ക് ഒരു തരികട. 10ാം ക്ലാസ് അത്രത്തോളം മോശമായ സ്വഭാവവും അത്ര ഒരു മോശപ്പെട്ട ഒരു 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 ബിഹേവിയർ ഉള്ള ഒരു വ്യക്തിയായിരുന്നു ടിജോരാജൻ എന്ന വ്യക്തി. എന്നാൽ അതിനുശേഷം പതുക്കെ പതുക്കെ ദൈവം എന്നിലൂടെ ദൈവത്തിന്റെ പർപ്പസിലേക്ക് ദൈവം നയിക്കാൻ തുടങ്ങി. എന്റെ +1 ഒക്കെ ആയപ്പോഴത്തേക്ക് യഥാർത്ഥമായ കർത്താവിന്റെ രക്ഷിതാവായി സ്വീകരിക്കാനും എന്തായാലും സ്നാനപ്പെടുവാനും, എന്റെ ഫാദറിന്റെ കയ്യിൽ തന്നെ സ്നാനപ്പെടുവാനും ദൈവം സഹായിച്ചു. എന്നാൽ ഈ സ്നാനപ്പെട്ടതിന് ശേഷം ഒരു രാത്രിയിൽ ഒരു ദർശനം നൽകി. അതിങ്ങനെയായിരുന്നു. ഒരു രാത്രിയിൽ എന്നെ ഒരുപാട് വട്ടം കറക്കിയ ഒരു ചോദ്യചിഹ്നമായിരുന്നു. അത് മരണം കഴിഞ്ഞാൽ ഞാൻ എവിടെയാണെന്നുള്ളൊരു ഒരു തോട്ട് എന്റെ ചിന്തയിൽ വന്നു. എന്നെ ഒരു ദിവസം മുഴുവൻ വല്ലാതെ വട്ടം കറക്കി. അപ്പൊ അതിനുശേഷം അന്ന് രാത്രി ബൈബിളൊക്കെ ഒന്ന് വായിച്ചു, അന്ന് കടന്നുറങ്ങി. പക്ഷെ ഉറങ്ങിയതിന് ശേഷം ഒരു രാത്രി ഒരു 2-3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എന്റെ ശരീരം വളരെയധികം വേർത്തു. അപ്പം വേർത്തതിന്റെ കാരണം ഞാൻ കണ്ട ദർശനമാണ്. ആ ദർശനം ഇങ്ങനെയായിരുന്നു. ഒരു രാത്രിയില് ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊപ്പം ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് എന്റെ സുഹൃത്തുക്കളോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം പെട്ടെന്ന് ഒരു നിമിഷത്തില് ഫുള്ള് ഒരു ഇരുള് വന്ന് വീഴുകയാണ്. നല്ലൊരു അന്ധകാരം വന്ന് വീഴുന്നു. ചുറ്റുമുള്ളവരെ കാണാനായിട്ട് കഴിയുന്നില്ല. അങ്ങനത്തെ ഒരു സന്ദർഭത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ഒരുപാട് അകലെ ദൂരെ ഒരു ചെറിയ കൂടാരത്തിനുള്ളിൽ ചെറിയൊരു പ്രകാശം കാണും. അപ്പൊ ഈ ഒരു പ്രകാശം മാത്രമേ എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ. വേറെ ഒന്നും കാണാനായിട്ട് കഴിയുന്നില്ല. കാരണം ചുറ്റുമുള്ളവരെ കാണാൻ പറ്റുന്നില്ല. അപ്പം അങ്ങ് എവിടോ ഒരുപാട് ദൂരെ, ഒരുപാട് അകലെ ഒരു ചെറിയ വെട്ടം. അപ്പൊ ഈ വെട്ടം തേടി ഞാൻ ഓടുകയാണ്. അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ വെട്ടം തേടി ഓടുകയാണ്. കാരണം ചുറ്റുമുള്ളത് ആരെയും കാണാൻ കഴിയുന്നില്ല, ആരുടെ ശബ്ദം കേൾക്കുന്നില്ല. പക്ഷെ ഞാൻ ഓടുന്നത് ഈ ഒരു വെളിച്ചം നോക്കിയാണ്. അപ്പൊ ഈ വെളിച്ചം നോക്കി ഓടുമ്പോൾ കാടും മലയും ഈ പറഞ്ഞ പോലെ എല്ലാം ഉണ്ട്. പക്ഷെ ഇതൊന്നും ഞാൻ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നില്ല. ഈ വെളിച്ചത്തിലേക്കാണ് ഓടുന്നത്. അപ്പം കുറെ ഓടി 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 ഞാൻ ആ വെളിച്ചമുള്ള സ്ഥലത്തേക്ക് ഞാൻ ചെല്ലുന്നു. ആ വെളിച്ചമുള്ള സ്ഥലത്തേക്ക് ഞാൻ അകത്തേക്ക് എൻ്റർ ചെയ്യുകയാണ്. അപ്പം കുറെ ദൂരം ഓടിയിട്ടാണ് ആ ഒരു കൂടാരത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ ആ കൂടാരത്തിൽ ചെല്ലുമ്പോൾ കുറെ ആളുകളിരുന്ന് ദൈവത്തെ ആരാധിക്കുന്നു. ഇതായിരുന്നു ഒരു ദർശനത്തിന്റെ ഒരു പാർട്ട് ഇതാ. രണ്ടാമത്തെ ദർശനം എന്ന് പറയുന്നത് ഈ പരസ്യങ്ങളൊക്കെ നടക്കുന്നത് പോലെ തന്നെ എന്റെ കൂടെ ഒരു പാസ്റ്റർ ഒരു 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 കവലയിൽ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, കർത്താവ് വരുന്നു എന്നതിനെ പറ്റി. ഈ കർത്താവ് വരുന്നു എന്നതിനെ പറ്റി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ വലിയ കാര്യമൊന്നും കൊടുക്കാതെ തന്നെ അവിടെ നിൽക്കുകയാണ്. പക്ഷെ ആ ഒരു സെക്കൻഡില് ഒരു കർത്താവിന്റെ ഒരു വരവ് അവിടെ കാണിക്കുന്നുണ്ട്. അതിങ്ങനെയായിരുന്നു. ഒരു കാഹളനാദം കേൾക്കുന്നു. ആ കാഹളനാദം കേൾക്കുമ്പോൾ തന്നെ ഈ പാസ്റ്ററിനെ കാണുന്നില്ല. ആ ഒരു നിമിഷം പാസ്റ്ററിനെ കാണുന്നില്ല, പാസ്റ്ററിനെയും പാസ്റ്ററിന്റെ കൂടെ ഉള്ളവരെയും കാണുന്നില്ല. അപ്പം ഞാൻ ആകാശത്തേക്ക് നോക്കി പറയുകയാണ്, കർത്താവ് നീ എന്നെ വിളിച്ചില്ലല്ലോ. അപ്പം ഇതെന്റെ ഉള്ളിൽ കുറച്ച് ടച്ച് ചെയ്തു. അപ്പൊ ഈ സമയത്ത് ഞാൻ ഉറങ്ങുകയാണ്. ഈ സമയത്ത് ഉറങ്ങുമ്പോൾ ഞാൻ ഒരു അബോധാവസ്ഥയിലാണ്. കാരണം എനിക്ക് ശ്വാസം എടുക്കാനും പറ്റുന്നില്ല, വിടാനും പറ്റാത്ത ഒരു അവസ്ഥ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഈ കർത്താവ് എന്നെ എടുത്തില്ലല്ലോ എന്ന് ഞാൻ വാവിട്ട് കരയുകയാണ്. പക്ഷെ പാസ്റ്ററും പ്രസംഗക്കാരന്റെ കൂടെ വന്ന ആളുകളും എടുക്കപ്പെട്ടു, ഞാൻ മാത്രം എടുക്കപ്പെടുന്നില്ല. അപ്പൊ ഒരു സീൻ അത് കാണിച്ചു. പെട്ടെന്ന് അവിടെ തന്നെ മറ്റൊരു സീനിലേക്ക് കൊണ്ടുപോയി. അതെങ്ങനെയായിരുന്നു, കുറെ ശവപ്പെട്ടികൾ വരുന്നതായിട്ട് കാണുന്നു. അപ്പൊ ആ ശവപ്പെട്ടികളും കുറെ കല്ലറകളൊക്കെ തുറക്കുന്ന ഒരു സീനും കാണുന്നുണ്ട്. അപ്പം അതും എന്നെ കാണിച്ചിട്ട് പിന്നെ പെട്ടെന്ന് ഒരു കാഹളനാദം കേൾക്കുന്നു. അപ്പം ഞാൻ എന്റെ കൂട്ടുകാരെ എല്ലാം വിളിക്കുന്നുണ്ട്, എന്നെ എടുത്തില്ലല്ലോ എന്താ? ഞാൻ ആകാശത്തേക്ക് നോക്കി പൊട്ടി കരയുകയാണ്. ദൈവം നീ എന്നെ എടുത്തില്ലല്ലോ, എന്റെ കൂട്ടുകാരെ എടുത്തു, എന്റെ ഫ്രണ്ട്സിനെ എടുത്തു, എന്റെ അവിടെ നിന്ന് പ്രസംഗിച്ച പാസ്റ്ററിനെയൊക്കെ എടുത്തു, പക്ഷെ എന്നെ എടുത്തില്ലല്ലോ. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ കുറെ നേരം ഈ ഒരു ഇൻസിഡന്റ് പോവാ. കുറെ കാഹളനാദം കേൾക്കുന്നു, ഭയങ്കര ഭീകരാന്തരീക്ഷം, ഭയങ്കര വല്ലാത്തൊരു രീതി പോകുമ്പോൾ കുറച്ചേരം കഴിയുമ്പോഴത്തേക്ക്
എന്റെ നിലവിളി ദൈവം കേട്ടതുപോലെ ആരോ എന്റെ കാലെ വാരുന്നത് പോലെ ഒരു ഫീൽ ചെയ്തു. അപ്പൊ ഈ ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആകാശത്തേക്ക് നോക്കുമ്പോൾ ഒരു ലവ് ചിഹ്നത്തില് കുറെ കുറെ ആത്മാക്കൾ ഇങ്ങനെ മണ്ടക്കോട് സ്വർഗത്തിലേക്ക് പോകുന്നതാണ് ഞാൻ കാണുന്നത്. അപ്പൊ അതേപോലെ ആരോ എന്റെ കാലെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു ഫീൽ എനിക്ക് കിട്ടി. അപ്പൊ ആ ഫീലിലാണ് ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേക്കാണ് 2-3 മണി ആയപ്പോഴത്തേക്ക്. അപ്പോഴത്തേക്ക് എന്റെ കൈയും കാലും എല്ലാം വിറച്ച് ഭയങ്കര വേറൊരു തരത്തിൽ എന്റെ ജീവൻ പോയതാണോ ജീവൻ തിരിച്ചു കിട്ടിയതാണോ അറിയാത്ത ഒരു നിമിഷം. അപ്പം ഈ ഒരു അനുഭവത്തിലൂടെ ഞാൻ രാവിലെ 3 മണിയായപ്പോൾ എഴുന്നേറ്റ് ബൈബിളൊക്കെ വായിച്ചു. അപ്പം ബൈബിളിനകത്തുള്ള ഒരു നല്ല വചനം കിട്ടി. ആ വചനം രാവിലെ പെട്ടെന്ന് തന്നെ വെള്ളം കുടിച്ചു കടന്നുറങ്ങി. അന്ന് ഞായറാഴ്ചയായിരുന്നു. ഞായറാഴ്ച രാവിലെ അമ്മയോട് ഈ കാര്യം പറഞ്ഞു. അമ്മ, ഞാൻ ഇതുകൂട്ട് കുറച്ച് കാര്യങ്ങൾ രാത്രി കണ്ടു, അത് സ്വപ്നമാണോ ദർശനമാണോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ രാവിലെ 6 മണി കഴിഞ്ഞിട്ട് അമ്മയോട് പറയുമ്പോൾ അമ്മ വിചാരിച്ച ഒരു പക്ഷെ കാണുമായിരിക്കും ഇവൻ എന്താ ഈ പറയുന്നേ, കാരണം പെട്ടെന്ന് ഒരു ദിവസത്തിൽ ഇങ്ങനെയൊക്കെ എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ലല്ലോ. അപ്പൊ ഞാൻ അമ്മയോട് ഈ കാര്യം പറഞ്ഞത് അവിടെയാണ് എന്റെ ആദ്യത്തെ മിഷൻ കോൾ വരുന്നത്. കാരണം അമ്മ പറയാണ്, ഇത് ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന ഒരു ദർശനമാണ്, ഇത് വേറൊന്നുമല്ല, ഈ ഈ ദൈവത്തിന്റെ സുവിശേഷം നിന്റെ സുഹൃത്തുക്കളിലേക്ക് ഇത് അറിയിക്കണം. ഇതായിരുന്നു എന്റെ ജീവിതത്തിന്റെ ഫസ്റ്റ് കോള്. അപ്പൊ ഞാൻ മനസ്സിലാക്കി ഇതാണ് എന്റെ മിഷൻ കോൾ എന്ന്. അപ്പൊ എന്റെ മാതാപിതാക്കളിൽ നിന്ന് പഠിച്ച ഒരു 2-3 കാര്യമുണ്ട്. എന്റെ അമ്മയാണ് എന്നെ ആദ്യമായിട്ട് ഞാൻ ആദ്യം ഷെയർ ചെയ്യുന്നത് എന്റെ അമ്മയോടാണ്. എന്റെ അച്ഛനിലൂടെ പഠിച്ച ഒരുപാട് ഇൻസ്പിറേഷൻസ് ഉണ്ട്. എന്റെ ഫാദർ ഒരു പാസ്റ്ററാണ്. ഒരുപാട് മിനിസ്ട്രി ലെവലിലുള്ള ഒരുപാട് കാര്യങ്ങൾ എന്റെ അപ്പൻ എന്നെ ഒരുപാട് പഠിപ്പിച്ചു. എന്റെ അമ്മ ഈ ഒരു വിഷൻ എന്നെ എൻകറേജ് ചെയ്തു. അപ്പൊ അങ്ങനെ എന്റെ ജീവിതം മുൻപോട്ട് പോയി. പെട്ടെന്ന് തന്നെ ആ വിഷൻ കണ്ടതിന് ശേഷം ഞാൻ ഞായറാഴ്ച പള്ളി ചെല്ലുന്നു. ഞായറാഴ്ച സാക്ഷ്യം പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ പറ്റി. അതിനുശേഷം ഞാൻ എക്സൽ മിനിസ്ട്രീസ് ഞാൻ ജോയിൻ ചെയ്തായിരുന്നു. അപ്പം അങ്ങനെ VBS പോകണം ചെറിയ ആഗ്രഹമൊക്കെ വന്നു. അങ്ങനെ എന്റെ നാട്ടിൽ ചെറിയൊരു ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തു കുട്ടികൾക്ക് വേണ്ടി. കാരണം ഈ ഒരു മിഷൻ കോൾ വന്നു. കാരണം ഈ ഒരു ദർശനത്തിലൂടെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു കോള് അടിയന്റെ ജീവിതത്തിൽ വന്നു. അപ്പൊ ഞാൻ അങ്ങനെ എന്റെ നാട്ടിൽ എന്റെ ചെറിയ ഗ്രാമമാണ്, ഗാലക്സി നഗറാണ് എന്റെ നാടിന്റെ പേര്. അപ്പൊ അവിടെ എന്റെ വീട്ടിൽ ചെറിയൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. അത് വേറൊന്നുമല്ല, കുട്ടികൾക്ക് കുറച്ച് ആക്ഷൻ സോങ് പഠിപ്പിക്കുകയും അതേപോലെ ചെറിയ രീതിയിൽ ബൈബിൾ വാക്യൊക്കെ പഠിപ്പിക്കുന്ന അതെന്റെ ഒരു +2 ടൈമിലാണ്. അപ്പം ഇതിങ്ങനെ മുൻപോട്ട് പോയി. അങ്ങനെ ഞങ്ങളുടെ നാട്ടിലുള്ള കുട്ടികളൊക്കെ വരാൻ തുടങ്ങി, അക്രൈസ്തവരായ കുഞ്ഞുങ്ങളൊക്കെ വരാൻ തുടങ്ങി. അപ്പൊ എന്റെ മിനിസ്ട്രിയുടെ ഒരു ഫസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരുന്നു. 4-5 പേരായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പൊ കുറച്ച് കുട്ടികളൊക്കെ വരാൻ തുടങ്ങി. അത് പിന്നെ എല്ലാ മാസമായി, അത് പിന്നെ എല്ലാ ആഴ്ചയിലായി. എല്ലാ ഞായറാഴ്ച വൈകുന്നേരം 4 മണി ആകുമ്പോഴത്തേക്ക് എന്റെ വീട്ടിൽ ചെറിയൊരു ഗ്യാങ് കൂടും. ചെറിയ കൊച്ചു പിള്ളേർ, അന്ന് എന്റെ പ്രായത്തിൽ +2 പഠിക്കുന്ന പിള്ളേരും അക്രൈസ്തരായിരിക്കുന്ന കുഞ്ഞുങ്ങളും എല്ലാവരും വരാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ VBS പാട്ടുകളും അങ്ങനെ ചെറിയ ചെറിയ ആക്ഷൻ സോങ്ങുകളും അങ്ങനെ ചെറിയ പിള്ളേർക്ക് കുറച്ച് ഡ്രിങ്ക്സും വെള്ളമൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ ഒരു ലെവലിൽ മുന്നോട്ട് പോയി. ഇങ്ങനെ മുൻപോട്ട് പോയതിനു ശേഷം വീണ്ടും ഒരു 5-6 മാസം കഴിഞ്ഞ് വീണ്ടും ഇതേ കണ്ട ദർശനം അതേ രീതിയിൽ വള്ളി പുള്ളി തെറ്റിക്കാതെ കർത്താവ് വീണ്ടും എന്നെ കാണിച്ചു ഒരു രാത്രി. അപ്പം എനിക്ക് വീണ്ടും മനസ്സിലായി മിനിസ്ട്രി കുറച്ചും കൂടി ഒന്ന് മോൾഡ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന്. അങ്ങനെ വീണ്ടും ഞാൻ മുന്നോട്ട് പോയി. അങ്ങനെ കർത്താവ് അടിയന്റെ ജീവിതത്തിൽ ഈ ഒരു സംഭവം പാഷൻ തന്നു. ചിൽഡ്രൻസ് മിനിസ്ട്രിയിലെ കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്ത്. അങ്ങനെ 2016, 17, 18 കാലഘട്ടങ്ങളിൽ കൂടുതൽ കുഞ്ഞുങ്ങളുടെ ഇടയിൽ VBSകൾക്ക് പോകാനും അനേക സ്ഥലങ്ങളിൽ പോകാനും ഒരുപാട് കുഞ്ഞുങ്ങളിലേക്ക് ക്രിസ്തുവിനെ എത്തിക്കാനും അവരെ ക്രിസ്തുവിലേക്ക് എൻകറേജ് ചെയ്യാനായിട്ടും കഴിഞ്ഞു. അതിന്റെ കൂടെ തന്നെ അന്ന് ഞാൻ പ്രോഗ്രാം നടത്തുമെങ്കിലും വേർഡ് ഓഫ് ഗോഡ് ബൈബിൾ സ്റ്റഡി ഒന്നും എനിക്ക് അത്ര പ്രോപ്പർ അല്ലായിരുന്നു. അപ്പൊ അങ്ങനെ മുൻപോട്ട് പോയപ്പോഴാണ് ഞാൻ ICPF എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യുന്നതും അവിടെ നിന്ന് എനിക്ക് ഒരുപാട് ഒരു ഡിസൈപ്പിൾ എങ്ങനെ ആയിരിക്കണം എന്നതിനെ പറ്റി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പൊ അങ്ങനെ ഞാൻ ക്യാമ്പസിൽ ജോയിൻ ചെയ്യുകയാണ്. അപ്പം ക്യാമ്പസിൽ ജോയിൻ ചെയ്തപ്പം അവിടെ ഒരു ചെറിയ ഗ്രൂപ്പ് ഉണ്ട്, ഞങ്ങൾ പ്രയർ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ആ പ്രയർ ഗ്രൂപ്പ് ഞാൻ ജോയിൻ ചെയ്തു. അപ്പൊ അവിടെ ക്യാമ്പസിൽ വരുന്ന കുഞ്ഞുങ്ങളുടെ അനുഭവങ്ങളും അവരനുഭവിച്ച പ്രയാസങ്ങളും വേറൊരു തലമാണ്. അപ്പൊ ഞാൻ അങ്ങനെ അവരോടൊപ്പം ഇറങ്ങി ചെല്ലുവാനും അവരോട് സുവിശേഷം പറയാനും ഏതൊക്കെ തരത്തിൽ അവരോട് സുവിശേഷം പറയാൻ പറ്റുമോ അതെല്ലാം ഞാൻ പഠിക്കാൻ തുടങ്ങി. എന്റെ ഒരു ട്രെയിനിങ് പീരീഡ് തന്നെയായിരുന്നു അത്. അപ്പൊ അങ്ങനെ ഞാൻ മർത്തോമ കോളേജിലാണ് ഞാൻ BSc ഫിസിക്സ് പഠിക്കുന്നത്. അപ്പൊ മർത്തോമ കോളേജ് തിരുവല്ല ഞാൻ പഠിച്ച സമയത്ത് ഞാൻ പഠനത്തിൽ ഭയങ്കര മോശമായിരുന്നു. പക്ഷെ ICPFന്റെ പ്രോഗ്രാമിന് ഞാൻ അവിടെ ഇറങ്ങി തിരിക്കുമായിരുന്നു. കാരണം എന്റെ ലക്ഷ്യം യൗവനക്കാരുടെ എങ്ങനെയെങ്കിലും സുവിശേഷം എത്തിക്കുക എന്നുള്ള ഒരു വലിയൊരു പാഷൻ ആയിരുന്നു എനിക്ക്. അപ്പം അവിടെ വരുന്ന വാലന്റൈൻസ് ഡേയും അവിടെ വരുന്ന ക്രിസ്മസ് പ്രോഗ്രാമും അവിടെ നടക്കുന്ന ഏതൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണോ ആ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ഞാൻ ഉപയോഗിക്കുമായിരുന്നു. ഏതൊക്കെ രീതിയിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ അത് എല്ലാ രീതിയിൽ കൺവേർട്ട് ചെയ്യുമായിരുന്നു. എല്ലാ ന്യൂ ഇയർ പ്രോഗ്രാമിനും ഞാൻ അതിരാവിലെ ബൈബിൾ വേഴ്സിനകത്ത് അതിനകത്ത് ഗോസ്പൽ എഴുതിയിട്ട് അതിനകത്ത് ICPFന്റെ പേരും വെച്ചിട്ട് ഞാൻ രാവിലെ കൊടുക്കുമായിരുന്നു. പക്ഷെ അന്ന് പെന്തക്കോസ്തൽ കുട്ടികൾ വളരെ ചുരുക്കം പേരായിരുന്നു. കാരണം ആണ്ടർദൈവം കഴിഞ്ഞിട്ട് രാവിലെ വരിക എന്നുള്ള കാര്യം ഇച്ചിരി റിസ്ക്കാണ്.
പക്ഷെ അന്ന് ദൈവം എന്റെ മനസ്സിൽ തന്നു, ഒരു കാര്യം ചെയ്യും, മർത്തോമ സ്റ്റുഡൻസ് ലീഡേഴ്സിനെയും അവിടെയുള്ള ജീസസ് യൂത്ത് സ്റ്റുഡൻസ് ലീഡേഴ്സിനെയൊക്കെ വിളിക്കുക. അവരന്ന് പ്രസൻസ് ആയിരുന്നു. അപ്പൊ അങ്ങനെ അതിരാവിലെ ഞാൻ ഒരു 10-600 കോപ്പി സാധനം എടുത്തുകൊണ്ട് വന്ന് അന്ന് ക്യാമ്പസിൽ 1-ാം തീയതി വന്ന എല്ലാവർക്കും ഈ ഒരു ബൈബിൾ വേഴ്സ് കൊടുക്കാനിടയായി. അത് ആ ബൈബിൾ വേഴ്സ് കൊടുത്തത് മാത്രമല്ല, 2-3 ആഴ്ച കഴിഞ്ഞ് ഈ ബൈബിൾ വേഴ്സ് കിട്ടിയ പലരും ഞങ്ങളെ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി. അവരെ ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങി. അവരെ ഞങ്ങൾ ഒരു ഗ്യാങ് കൂടാൻ തുടങ്ങി. അങ്ങനെ പിന്നെ വാലന്റൈൻസ് ഡേ വന്നു. വാലന്റൈൻസ് ഡേയിലൊക്കെ ന്യൂ ടെസ്റ്റ്മെന്റ് പുസ്തകം ഞങ്ങൾ ഗിഫ്റ്റ് ആയിട്ട് പലർക്കും നോട്ടീസ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇടയായി. അപ്പൊ അങ്ങനെ എവിടൊക്കെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ്, ഈസ്റ്റർ ഡേയ്സ് അങ്ങനെയുള്ള ഒരു കലണ്ടർ ഞങ്ങൾ പ്ലാൻ ചെയ്യും. ആ കലണ്ടറിനകത്ത് എന്തൊക്കെ ഡേറ്റുകൾ ഉണ്ടോ ആ സ്പെഷ്യൽ ഡേയ്സുകളെല്ലാം ഞങ്ങളത് മാർക്ക് ചെയ്തിട്ട് എങ്ങനെയൊക്കെ ബൈബിൾ കൊടുക്കാൻ പറ്റും, അല്ലെ ഏതൊക്കെ രീതിയിൽ ട്രാക്ട് കൊടുക്കാൻ പറ്റും, അങ്ങനെ ഞങ്ങൾ സ്വയമായിട്ടൊക്കെ ക്രിസ്മസ് ഡേയ്സിലൊക്കെ അവധി കിട്ടുന്നതിന് മുമ്പ് ഞങ്ങൾ പേഴ്സണലായിട്ട് ഒരു ട്രാക്ട് ഒക്കെ അടിച്ച് അതിനകത്ത് എന്താണ് രക്ഷയെന്നും പാപത്തിനുള്ള മോചനം എന്താണെന്നും എന്താണ് പാപമെന്നും എന്താണ് വീണ്ടും ഇനി മരിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്ന നിത്യതയെ പറ്റിയൊക്കെ ഞങ്ങൾ എഴുതാൻ തുടങ്ങി. അപ്പൊ ഇതൊക്കെ ഞാൻ പറയുന്നതിന്റെ സാരം എന്റെ പിന്നിൽ ദൈവം നൽകിയിരിക്കുന്ന ഒരു വിഷനാണ്. അത് അന്ന് കത്തിയ കത്തല് ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ അന്ന് ക്യാമ്പസ് ആയിരുന്നു അന്ന് നേരത്തെ 2018 വരെ കൊച്ചു കുട്ടികളായിരുന്നു എന്റെ ഫോക്കസ്. പക്ഷെ എന്നാൽ ക്യാമ്പസിലേക്ക് ഞാൻ കാല് വെച്ചപ്പം കർത്താവ് എന്നെ അവിടത്തേക്ക് അയച്ചതിന് ശേഷം അവിടെയുള്ള പലർക്കും ഒരു സാക്ഷിയാകാനും അതേപോലെ അവരോട് എങ്ങനെ സുവിശേഷം പറയണമെന്ന് കർത്താവ് എന്നെ പഠിപ്പിച്ചു. അങ്ങനെ പല ICPF പല ട്രെയിനിങ് ക്യാമ്പിൽ പോകുവാനും ആ ട്രെയിനിങ് ക്യാമ്പിൽ പല രീതിയിൽ പല കാര്യങ്ങൾ മനസ്സിലാക്കാനിടയായി. അങ്ങനെ അടിയന്റെ ജീവിതം ഞാൻ ഈ പേഴ്സണൽ ബൈബിൾ സ്റ്റഡി ക്വയറ്റ് ടൈം എന്ന ഒരു ലെവലിലേക്ക് വരാൻ തുടങ്ങി. എന്നും രാവിലെ എഴുന്നേറ്റിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഞാൻ കുറഞ്ഞത് ബൈബിൾ പഠിച്ച് അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ മനസ്സിലാക്കി അത് ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ദൈവം സഹായിച്ചു. അതിനുശേഷം ഓരോ കുട്ടികൾ പല രീതിയിൽ വന്ന് നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ വചനത്താൽ അവരെ എൻകറേജ് ചെയ്യാൻ പറ്റി. പലരും എന്റെ ഡിഗ്രി സമയത്ത് ഞാൻ അത്ര വലിയ നോളജബിൾ അല്ലായിരുന്നു ബൈബിളിനെ പറ്റി. പക്ഷെ എന്നാൽ ദൈവം ഓരോ ദിവസവും ഓരോ പാഠങ്ങൾ നൽകി. ഓരോ ചോദ്യങ്ങൾ വരുമ്പോൾ ആ ചോദ്യങ്ങൾ എഴുതി എന്റെ സീനിയേഴ്സ് ആയിരിക്കുന്ന അല്ലെ എന്റെ മെന്റേഴ്സ് ആയിരിക്കുന്ന പലരോടും അത് ചോദിച്ച് അതിന്റെ ക്ലാരിഫിക്കേഷൻ നൽകി അവരിലേക്ക് കൊടുക്കാനായിട്ട് ഇടയായി. അപ്പൊ അങ്ങനെ ഒരുപാട് ലൈഫ് ചേഞ്ചസും കാണാനായിട്ട് ദൈവം ഇടയായി. മർത്തോമ കോളേജിൽ വെച്ച് തന്നെയായിരുന്നു ഞാൻ NCCയിൽ ഉണ്ടായിരുന്നു. അതും എന്റെ ഒരു വലിയ അനുഭവമായിരുന്നു കേട്ടോ. കാരണം അത് 1,00,000 പേരാണ് കേരള റെപ്രസെന്റേറ്റ് ചെയ്തിട്ടുള്ള കേരളത്തിലെ NCC സ്റ്റുഡൻസിന്റെ കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റിലുള്ള 1,00,000 പേര്. പക്ഷെ അതിൽ 100 പേർക്ക് മാത്രമേ ഡൽഹി നടക്കുന്ന റിപ്പബ്ലിക് ഡേ പരേഡിന് പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അതിൽ 100 പേർക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതില് ഈ 1,00,000 സ്റ്റുഡൻസിൽ ഒരു സ്റ്റുഡന്റ് ആകാൻ, അല്ലെങ്കിൽ അതിൽ 1,00,000 പേരിൽ നിന്ന് 100 പേരിൽ അടങ്ങുന്ന ഒരു ടീമിൽ ഒരു വ്യക്തിയാകാനായിട്ട് ദൈവം എന്നെ ഇടയാക്കി. 10 ക്യാമ്പിലൂടെ തന്നെ ഡൽഹി പോകാനും ഈ 10 ക്യാമ്പിലും ഓരോ വ്യക്തികളുടെ സുവിശേഷം അറിയിക്കാനും ദൈവം ഇടയാക്കി. അതായിരുന്നു ഞാൻ കാണുന്ന ഏറ്റവും വലിയ പ്രിവിലേജ് ആയിട്ട് ഞാൻ കാണുന്നത്. കാരണം അന്ന് വന്നിരുന്ന അക്രൈസ്തവരായിരിക്കുന്ന പല ആൾക്കാരുണ്ടായിരുന്നു. പലരും ഞാൻ അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ 5 മണിക്ക് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും ക്യാമ്പിന് വേണ്ടി, NCC ക്യാമ്പിന് വേണ്ടി. അപ്പൊ ഞാൻ രാവിലെ 5 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ 4:30 ആകുമ്പോൾ എഴുന്നേൽക്കും. ഞാൻ അവിടെ ബൈബിള് എന്റെ കട്ടിലെ തന്നെ, എന്റെ ബെഡിൽ തന്നെ ബൈബിൾ വെക്കും. പലരും വന്ന് ബൈബിൾ റെഫർ ചെയ്യാറുണ്ട്. പല ആൾക്കാരും അന്ന് സുവിശേഷം പറഞ്ഞ പല ആൾക്കാരും ഞാൻ ഫോളോ അപ്പ് ചെയ്തില്ല. പക്ഷെ 1-2 മാസവും 2-3 വർഷം കഴിഞ്ഞ് ആ പിള്ളേരെ തന്നെ വീണ്ടും റീഅപ്രോച്ച് ചെയ്തപ്പം അവരൊക്കെ പലപ്പോഴും കർത്താവുമായിട്ട് കണക്റ്റഡ് ആയി എന്നുള്ളത് അറിയുവാനായിട്ട് ദൈവം എന്നെ ഇടയാക്കി. അപ്പൊ അങ്ങനെ 10 മാസം ഞാൻ ഈ ഒരു ക്യാമ്പിന് വേണ്ടി ഞാൻ ചെലവഴിച്ചെങ്കിലും ഈ 10 മാസത്തിലും പല ആൾക്കാരിലേക്കും ക്രിസ്തുവിനെ കൊടുക്കാനായിട്ടും അവരെ ക്രിസ്തുവിൽ എൻകറേജ് ചെയ്യാനായിട്ടും ഇടയായി. അത് എന്റെ ജീവിതത്തിലെ മറ്റൊരു വലിയ പ്രിവിലേജ് ആണ്. അപ്പൊ പല രീതികളിലാണ്. ചില സംസാരത്തിലൂടെയാണ്, ചിലത് എന്റെ മീഡിയാസിലൂടെയാണ്, ചിലത് എന്റെ ഫിസിക്കലായിട്ടുള്ള ഇന്റിമസിലൂടെയാണ്. അങ്ങനെ പല രീതിയിൽ അവരെ അപ്രോച്ച് ചെയ്യാനായിട്ട് കർത്താവിനെ ഇടയാക്കി. അപ്പൊ ഈ ഒരു ക്യാമ്പിൽ പോയത് മാത്രമല്ല, അവിടെ പോയിട്ട് നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദി സാറിനെ കാണാനും അതേപോലെ ഇന്ത്യയിലുള്ള എല്ലാ ചീഫ് ആൾക്കാരെയും VIPസിനെ കാണുവാനും അവരോടൊപ്പം ഭക്ഷണം കഴിക്കാനും ഉള്ള ഒരു ഭാഗ്യം ദൈവം എന്നെ ചെയ്തു. ഞാൻ അത് കാണുന്നത് പോലും ഈ ക്രിസ്തുവിനെ എന്താ പറയാ ക്രിസ്തുവിനെ അനേകരിലേക്ക് കൊടുക്കാൻ കഴിഞ്ഞതാണ്. ഞാൻ അവരെ കണ്ടതിനേക്കാളും ഞാൻ പ്രിവിലേജ് ആയിട്ട് ഞാൻ കാണുന്നത്. അങ്ങനെ 10 മാസം അതും എന്റെ ജീവിതത്തിൽ അന്ന് അവിടെ കണ്ട പല ആൾക്കാരിലൂടെയാണ് ഞാൻ അതിനുശേഷം ഈ BSc ഫിസിക്സിന് ശേഷം MSW ഞാൻ കൺവേർട്ട് ചെയ്യുന്നത്. എന്റെ PG MSW ആണ്, മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് ആണ്. അപ്പൊ അവിടത്തേക്ക് അഡ്മിഷൻ എടുക്കാൻ കാരണം ഞാൻ ഈ 10 മാസം
ഡൽഹി പോയ സമയത്ത് കണ്ട ഒരു അങ്കിൾ ത്രൂ ആണ് എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടുന്നത്. ഇതും ഒരു ദൈവത്തിന്റെ ഗോഡ് വില്ലായിരുന്നു. കാരണം എന്റെ മുൻപിൽ ഫ്യൂച്ചറിനെ പറ്റി എനിക്ക് യാതൊരു ചിന്തയോ ഫ്യൂച്ചറിനെ പറ്റി യാതൊരു രീതിയിൽ എനിക്കൊരു കണ്ടീഷൻസ് ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് എനിക്ക് മാർക്ക് വരാൻ കുറച്ച് നല്ല ഡിലേ വന്നു. അപ്പൊ ഞാൻ വളരെയധികം വിഷമിച്ചു. പാസ്സാകാൻ ഇച്ചിരി ഡിലേ ഒക്കെ വന്നു. കുറെ പേപ്പറുകളൊക്കെ സപ്ലി വന്നു. കാരണം ഈ NCCക്ക് പോയതുകൊണ്ടും ക്യാമ്പിലൊക്കെ പോയതുകൊണ്ട് എനിക്ക് പരീക്ഷകളൊന്നും എഴുതാൻ പറ്റിയില്ല. പക്ഷെ എന്നാൽ അങ്ങനെ പേപ്പറൊക്കെ ക്ലിയർ ആവാൻ ഒരു വർഷത്തോളം എനിക്ക് ഒരു ചെറിയ ബ്രേക്ക് അടിക്കേണ്ടതായിട്ട് വന്നു. പക്ഷെ ഈ ഒരു വർഷം ഇതിന്റെ ഇടയ്ക്ക്, അതായത് എനിക്ക് 2021 എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഗോൾഡൻ ഇയർ എന്ന് പറയുന്നത്. കാരണം ഈ ഒരു സമയത്ത് എനിക്കൊരു ഓർഗനൈസേഷൻ ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ ഒരു ദർശനത്തിന് ശേഷം ഞാൻ ചെറിയ ഒരു ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ പറഞ്ഞു. അപ്പൊ ആ ക്ലബ്ബ് 5 പേരെ ഉള്ളായിരുന്നു. എന്നാൽ 2016 സ്റ്റാർട്ട് ചെയ്ത എന്റെ +2 സമയത്ത് ഒരു പൊട്ടനെ പോലെ ദൈവത്തിന്റെ കാര്യങ്ങളിൽ ഫെയ്ത്ത്ഫുൾ ആയിട്ട് കൊടുത്തു. അന്ന് വന്ന ലിൻസ് പാസ്റ്റർ, പല ആൾക്കാരും എന്നോട് പറഞ്ഞു, നീ ഫെയ്ത്ത്ഫുൾ ആയിട്ട് നിന്നാ മതി, ദൈവം വൻ കാര്യങ്ങൾ ചെയ്യും. കാരണം ദൈവം നട്ടതാന്ന് മനസ്സിലായി. അങ്ങനെ പതുക്കെ മുൻപോട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ 2016, 17, 18, 19, 18 ഒരു VBS നടത്തി. ഒരു പ്രതീക്ഷയില്ല, പൈസയും ഇല്ല, ഒന്നുമില്ല. ഞങ്ങള് 18 ഒരു VBS നടത്തി. 120ഓളം കുട്ടികൾ അന്ന് പങ്കെടുത്തു. വെറും 5 പിള്ളേർ തുടങ്ങിയ ഒരു പ്രോഗ്രാം ആയിരുന്നു. ഒരു 120ഓളം പിള്ളേർ വന്നു. 2019 ഒരു VBS നടത്തി. ഗാലക്സി ഓർഗനൈസേഷന്റെ പേരിൽ ഒരു VBS നടത്തി. ഗാലക്സി ഓർഗനൈസേഷന്റെ പേരിൽ വലിയൊരു ക്യാമ്പ് വരെ നടത്താനായിട്ട് ഇടയായി. അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിൽ ഇത് എങ്ങനെ നടന്നു എന്നുള്ളത് ഇതിന്റെ പിന്നിൽ ഒരു ദർശനമാണ്. ദൈവം അടിയന്റെ ജീവിതം നൽകുന്ന ഒരു ദർശനമായിരുന്നു മുന്നോട്ട് 2019 വലിയൊരു VBS ക്യാമ്പ് നടത്താൻ, വലിയൊരു VBS നടത്താൻ. ആ VBS വന്ന പല പിള്ളേരും ഇപ്പൊ ലീഡേഴ്സ് ആയിട്ടുണ്ട്. പല ആൾക്കാരും ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അന്ന് പഠിച്ച പല പിള്ളേരും മിനിസ്റ്ററിൽ തന്നെ ഉണ്ട്. ഇതൊക്കെ എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിവിലേജ് ആയിട്ട് കാണുന്നത്. പല ആൾക്കാരെയും ഈ ഭർത്താവ് പലപ്പോഴും പറഞ്ഞ, എന്റെ പല മെന്റേഴ്സും പറഞ്ഞൊരു കാര്യമുണ്ട്, ചില റിസൾട്ട് കാണത്തില്ല. നമ്മൾ കൊടുക്കുന്ന വചനം അവരുടെ ജീവിതത്തിൽ കുറെ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും അതിന്റെ റിസൾട്ട് ഉണ്ടാകുന്നത്. പക്ഷെ അടിയന്റെ ജീവിതത്തിൽ അത് നേരെ മറിച്ചായിരുന്നു. ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യത്തിനും റിസൾട്ട് എന്റെ കൺമുന്നിൽ തന്നെ കൊണ്ടുവന്നു. അതെന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു. അത് ഒരുപാട് പല പിള്ളേരും അതേപോലെ ആ ഒരു ക്യാമ്പ് നടത്തി. കുറെ പിള്ളേർ വന്നു. അതിലുള്ള പിള്ളേർ അതങ്ങനെ കുറച്ചും കൂടി ഒന്ന് കുറച്ചും കൂടി ഡെവലപ്പ് ആകാനായിട്ട് ദൈവം സഹായിച്ചു. അങ്ങനെ ആൻഡമാൻ നിക്കോബാറിലും കേരളത്തിന്റെ പുറത്തും കേരളത്തിനകത്ത് പല കുറച്ച് 2-3 ഡിസ്ട്രിക്റ്റുകളിലൊക്കെ ചില ചർച്ചകൾ നമുക്ക് കിട്ടുവാനിടയായി. ഞാൻ 4 മണിക്കൂട്ടം എന്ന് പറഞ്ഞ ചെറിയ പ്രോജക്റ്റിലൂടെ ഞാൻ എല്ലാ ഞായറാഴ്ചയും 4 മണിയാകുമ്പോൾ ഓരോ ഗ്രാമത്തിൽ ചെന്നിട്ട് അവിടെയുള്ള പിള്ളേരെ ഒന്ന് കൂട്ടി വരുത്തും. അവർക്ക് വേണ്ട രീതിയിലുള്ള പ്രോപ്പറായിട്ട് ബേസിക് അവയർനെസ് കൊടുക്കും. പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഫാമിലീസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഫാമിലീസിനെ കണ്ട് അവർ കാര്യങ്ങൾ സംസാരിച്ച് അവിടെ ചെറിയ VBSകൾ അറേഞ്ച് ചെയ്യും. അപ്പൊ അങ്ങനെ വിശ്രമമില്ലാത്ത ഓടിയിരുന്ന ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു ജോലിക്ക് മുമ്പായിട്ട്. അതായത് പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടം തിങ്കൾ മുതൽ ശനി വരെ കോളേജ് ആണെങ്കിൽ ഞായറാഴ്ച എന്നത് ഞായറാഴ്ച രാവിലെ സഭായോഗം, ഉച്ച കഴിഞ്ഞ് ഈ പറഞ്ഞ മിനിസ്ട്രി, വൈകുന്നേരം 4 മണിക്ക്, 3 മണിക്ക്, 6 മണിക്ക്, 7 മണിക്ക്, ഇങ്ങനെ ഓരോ മണിക്കൂർ വെച്ച് അന്ന് കൂടെ ഓടാനും പല ആൾക്കാരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഇതിന് പിന്നിൽ ദൈവം നൽകിയിരിക്കുന്ന ഒരു ദർശനമായിരുന്നു. അപ്പം ദൈവത്തിന്റെ സ്നേഹത്തെ ശരിക്കും ഞാൻ രുചിച്ചറിയാനായിട്ട് ഓരോ ദിവസം കഴിയും തോറും എന്റെ ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുന്നതായിരുന്നു. കാരണം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ ദൈവത്തിന്റെ പ്രസൻസ് ഫീൽ ചെയ്യുന്നത്. ഞാനെപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ്. ഒരുപാട് പേരുള്ളപ്പോഴോ ഒരു ചർച്ചിലെ മീറ്റിംഗ് കൂടുമ്പോഴോ ഒരു യൂത്ത് മീറ്റിങ്ങിന് പോകുന്നതിനേക്കാളും ഞാൻ ഒരുപാട് ഹാപ്പിനെസ് കണ്ടെത്തുന്നത് അതൊരു ലഹരിയാണെന്ന് ഞാൻ പറയാം. കാരണം ആ ലഹരി എനിക്ക് ഭയങ്കര ഫീലാണ്. ഞാൻ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരു നല്ലൊരു ക്യാമ്പ് കഴിഞ്ഞിട്ട് ഇൻക്ലൂഡ് ലീഡേഴ്സ്, വോളണ്ടിയേഴ്സ്, ലീഡേഴ്സിനെ എല്ലാം പറഞ്ഞു കേട്ടിട്ട് ഒറ്റയ്ക്ക് ആ റൂമിൽ ഒറ്റയ്ക്ക് കിടക്കും, ഒറ്റയ്ക്ക് കുറച്ചു നേരം ഇരിക്കും. കാരണം ഇതൊക്കെ എങ്ങനെ നടന്നു എന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കാനായിട്ട്, ചിന്തിക്കാനായിട്ട്, അതിനെ ദൈവത്തെ. അതുകൊണ്ടാണ് ഞാൻ യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുക. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഓരോ ദിവസവും ഓരോ നിമിഷവും ഇന്ന് വരെയും ആ ദൈവത്തെ ശരിക്കും, ആ ഗുഡ്നെസ് അല്ലെങ്കിൽ അത് ശരിക്കും രുചിച്ചറിയാനായിട്ട്, അത് തേനിലും മധുരമാണെന്ന് രുചിച്ചറിയാനായിട്ട് കർത്താവ് എന്നെ സഹായിച്ചു. അങ്ങനെ മുൻപോട്ട് പോയി. അങ്ങനെ ഞാൻ ഗാലക്സി മിനിസ്ട്രി മുന്നോട്ട് പോയി. അത് ഇന്ന് വരെയും നന്നായി പൊക്കോണ്ടിരിക്കുന്നു. അനേക യൗവനക്കാരെ, അനേക കൗമാരക്കാരെ യഥാർത്ഥമായ ഒരു പാതയിലേക്ക് കൊണ്ടുവരാനായിട്ട് ദൈവം ഇതിലൂടെ കഴിഞ്ഞു.
അത് കഴിഞ്ഞ് മുന്നോട്ട് ഞാൻ പോയപ്പം എൻ്റെ എൻ്റെ യു ജി കഴിഞ്ഞു. അതിനുശേഷം ഞാൻ MSW ജോയിൻ ചെയ്തു. അവിടെ ചെന്നപ്പോഴാണ് ദൈവത്തിന്റെ മറ്റൊരു പ്ലാൻ പർപ്പസ് ഞാൻ മനസ്സിലാക്കിയത്. അവിടെ ചെന്നപ്പോഴായിരുന്നു എൻ്റെ കുറച്ച് നല്ല ഗ്യാങ് പിള്ളേർ, എൻ്റെ നല്ല സുഹൃത്തുക്കൾ അവിടെ കിട്ടാൻ ഇടയായി. അവിടെ ചെന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ഇവിടെ ICPF പത്തനംതിട്ട ഡിസ്ട്രിക്ട് ആയിരുന്നു. അവിടെ ചെന്നപ്പോൾ ICPF കോയമ്പത്തൂരിൽ ഞാൻ ജോയിൻ ചെയ്തു. അപ്പൊ അവിടെ ഒരു നല്ലൊരു ഗ്യാങ്ങിനെ കിട്ടാനായി. എവിടെ പോയാലും എനിക്ക് നല്ല ഗ്യാങ്ങിനെ ദൈവം തരും. എവിടെ പോയാലും സുവിശേഷം അറിയിക്കാനായിട്ട്, കുറെ പ്രോഗ്രാം നടത്തുക, അനേകരെ ക്രിസ്തുവിൽ എൻകറേജ് ചെയ്യാനായിട്ട്. അത് കർത്താവിന്റെ ഒരു കോളിങ്ങിനകത്ത് ഒരു വേർഡ് ഇങ്ങനെ എന്നെ ഇൻസ്പയർ ചെയ്ത്, മറ്റുള്ളവരെ താങ്ങാനായിട്ട്, മറ്റുള്ളവരെ കരുതാൻ, മറ്റുള്ളവരെ എൻകറേജ് ചെയ്യാനായിട്ട്. ഈ പറഞ്ഞ പോലെ ഫിലിപ്പോസിനെ പോലെ മറ്റുള്ളവരെ എൻകറേജ് ചെയ്യാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഒന്ന് ചേർത്ത് നിർത്താനായിട്ട്, അല്ലെ, സൺ ഓഫ് എൻകറേജ്മെന്റ് എന്ന് പറയുന്ന പോലെ മറ്റുള്ളവരെ ഒന്ന് എൻകറേജ് ചെയ്യാനായിട്ട് ദൈവം എന്നെ പഠിപ്പിച്ചു. ഓരോ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ പുതിയ ഭാഷ, ഒരുപാട് സ്ഥലങ്ങളിൽ പോയി. അതിനിടയ്ക്ക് കുറെ മിഷൻ ട്രിപ്പുകൾക്ക് പോയി. ബാക്ക് ടു ദ ക്രോസ് എന്ന ഒരു ടീമിന്റെ കൂടെ ആന്ധ്രാപ്രദേശിൽ ഒരു മിഷൻ ട്രിപ്പിന് പോയി. അനീഷാന്റെ കൂടെ ഒക്കെ പോയിട്ടുണ്ട്. അപ്പം ആ ഒരു മിഷൻ ട്രിപ്പും എന്നെ ഒരുപാട് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ, അവിടെ ചെന്നപ്പോൾ ആ സംസ്കാരം മനസ്സിലായി. ഞാൻ മനസ്സിലാക്കിയത് കേരളത്തിലെ സംസ്കാരമല്ല അവിടുത്തെ സംസ്കാരം, ഭയങ്കര വ്യത്യാസമാണ്. ഞാൻ അവിടെ ആന്ധ്രാപ്രദേശിൽ ഞങ്ങൾ ഒരു 2 ആഴ്ചയോളം ഉണ്ടായിരുന്നു. അത് എന്റെ ജീവിതത്തിൽ മറ്റൊരു പുതിയൊരു അധ്യായമായിരുന്നു അത്. അപ്പൊ അടിയന്റെ ജീവിതത്തിൽ ഞാൻ അത് MSW പഠിക്കുന്നതിന്റെ ഇടയ്ക്കാണ് ഞാൻ ആ ഒരു മിഷൻ ട്രിപ്പിന് ഞാൻ പോകുന്നത്. അപ്പൊ MSW ഞാൻ ജോയിൻ ചെയ്യുന്നു. അവിടെ ഞാൻ ഒരു ഗിറ്റാർ വാങ്ങിച്ചു. ഗിറ്റാർ ഒന്നും വായിക്കാനൊന്നും അറിയത്തില്ല. അപ്പൊ എന്റെ ലക്ഷ്യം എത്രയേ ഉള്ളൂ, ഗിറ്റാർ കൊണ്ട് പോയിട്ട് കുറച്ച് പേരെ ഒന്ന് കൂട്ടണം, അവരെ ഒന്ന് അടുപ്പിക്കണം, അതിനുശേഷം ക്രിസ്തുവിനെ ഒന്ന് അവരിലേക്ക് കൊടുക്കണം. അങ്ങനെ ഒരു ഗിറ്റാർ വാങ്ങിച്ചു. ഗിറ്റാർ ഒന്നും വായിക്കാനൊന്നും അറിയത്തില്ല. ഞാൻ ഗിറ്റാർ വാങ്ങിച്ചു. ഒരു 3000 രൂപയ്ക്ക് ചെറിയൊരു ഗിറ്റാർ വാങ്ങിച്ചു. അവിടുത്തെ ചെറിയൊരു ക്ലാസ്സിൽ ഗിറ്റാർ കൊണ്ട് പോകും, രാവിലെ പോകും, അനൗൺസ് ചെയ്യും, ഉച്ച കഴിഞ്ഞ് ചെറിയൊരു പരിപാടിയുണ്ട്. അപ്പം അങ്ങനെ എന്റെ സുഹൃത്തുക്കളെല്ലാം കൂട്ടി. അന്ന് എനിക്കൊരു നല്ല ഗ്യാങ് ഉണ്ടായിരുന്നു. അവര് ബോണഗേൻ അയക്കുന്ന ഗ്യാങ് ആയിരുന്നു. അപ്പം ഞങ്ങളെല്ലാം കൂടും. അപ്പൊ അങ്ങനെ പല ആൾക്കാരും വന്നു. അങ്ങനെ ക്യാമ്പസിനകത്ത് ഒരു മെഗാ റിട്രീറ്റിലേക്ക് ഞങ്ങൾ വന്നു. അന്ന് ഞങ്ങള് ഈ ചെറിയൊരു ഗിറ്റാർ കൊണ്ടൊക്കെ 4-5 പേര് ഒരു പ്രയർ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ ഒരു വർഷത്തിന് ശേഷം, ഞങ്ങള് 2 വർഷമായിരുന്നു PG, 2 വർഷത്തിലും ഞങ്ങൾക്ക് ഒരു 2 ക്യാമ്പ് നടത്താനായിട്ട്, അത് ക്യാമ്പസിനകത്ത് ക്യാമ്പ് നടത്താൻ വേണ്ടി ദൈവം വലിയൊരു കൃപ നൽകി. അതിലൂടെ അനേകരെ ക്രിസ്തുവിലേക്ക് എൻകറേജ് ചെയ്യുവാനായിട്ടും അതിലൂടെ ക്രിസ്തുവിനെ കൊടുക്കുവാനും ഇടയായി. പല കുട്ടികളുടെയും ഫീഡ്ബാക്ക് കേൾക്കുവാൻ ഇടയായി. അങ്ങനെ അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാനായിട്ട് അവിടെ ഇടയായി. കാരണം ക്യാമ്പസിൽ നമുക്ക് അങ്ങനെ ഒരു പ്രോഗ്രാം നടത്താൻ ഒരു പെർമിഷൻ ഇല്ല. അപ്പം പ്രോഗ്രാം നടത്തുക മാത്രമല്ല, ഒരുപാട് തടസ്സങ്ങളുണ്ട്. കാരണം പ്രത്യേകിച്ച് ഒരു കലാലയമാണ്. ആ ക്യാമ്പസിനകത്ത് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവരുണ്ട്, അതേപോലെ പല പാർട്ടിക്കാരുണ്ട്. പല സെക്യുലർ ആയിരിക്കുന്ന ഒരു ക്യാമ്പസിൽ പ്രോഗ്രാം നടത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോസിബിൾ ആണ്. പക്ഷെ എന്റെ കൂടെ നിന്ന് 4-5 പേരുണ്ട്. ആ വ്യക്തികൾ മാത്രമല്ല, ഞങ്ങൾ അന്ന് ചെറുതായിട്ടൊന്ന് പ്രാർത്ഥിച്ച് സ്റ്റാർട്ട് ചെയ്ത ഒരു ഗ്രൂപ്പാണ്. പക്ഷെ അതിനുശേഷം ഒരു 150 പേരടങ്ങുന്ന ഒരു മെഗാ വൺ ഡേ റിട്രീറ്റ് ആ ക്യാമ്പസിനകത്ത് ഓഡിറ്റോറിയത്തിൽ നടത്താനുള്ള ഒരു വലിയ ഭാഗ്യം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ, അതും എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രിവിലേജ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അതിന് സൊഹാർ എന്നൊരു ലൈറ്റ് എന്ന് പറഞ്ഞ ഒരു വേർഡാണ് അതിന്റെ മീനിങ്. സൊഹാർ റിട്രീറ്റ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പൊ അങ്ങനെ 2023-ലും 2 മാസം മുമ്പ് 2024-ലും ഒരു നടത്താനായിട്ട് ഇടയായി. കാരണം 2023 വന്ന കുട്ടികൾ തന്നെയാണ് 2024-ലും ആ പ്രോഗ്രാം ലീഡർഷിപ്പ് നടത്തിയത്. അപ്പൊ അടിയന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു റൂട്ട്, അല്ല, ഇതൊക്കെ ദൈവത്തിന്റെ ഒരു ഗോഡ്സ് ദൈവഹിതമാണെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ അവിടെ നല്ലൊരു സുഹൃത്തുക്കളെ കിട്ടുവാനായിട്ട് ഇടയായി. അപ്പൊ മിനിസ്ട്രി മുന്നോട്ട് പോയതിന്റെ പിന്നില് അന്ന് ദൈവം നൽകിയിരിക്കുന്ന ഒരു ദർശനമായിരുന്നു. ആ ദർശനം എന്നെ ഇങ്ങനെ, അതേപോലെ ഞാനിപ്പം വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും പല ആൾക്കാർക്കും എന്താ പറയാ, ഒരു റിലീഫ് പേഴ്സൺ ആയിട്ട് മാറാനായിട്ട് ഇടയായി. പല ആളുകൾക്കും എനിക്ക് ഞാനിപ്പം വർക്ക് ചെയ്യുന്ന ഓരോ സ്ഥലത്തും ആരോട് ചോദിച്ചാലും എന്നെ അറിയാം. എന്നെ ബൂസ്റ്റ് ചെയ്യുന്നതല്ല, എന്റെ സെൽഫ് എസ്റ്റീമിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറയുന്നതേ അല്ല. പക്ഷെ അവിടുത്തെ ഉള്ള ഓരോ ആൾക്കാർക്കും എന്നെയും കൊണ്ട് കഴിയുന്ന രീതിയിൽ ദൈവത്തിൽ ആശ്രയിച്ച് ഒരു കൗൺസിൽ കൊടുക്കാനും, അവർക്കൊരു ദൈവത്തിന്റെ ഒരു സ്നേഹം എന്നിലൂടെ അവരിൽ കൊടുക്കാനായിട്ടും ഇടയായി. അവിടെ ഈ വരുന്ന ദിവസങ്ങളിൽ ഒരു 1 ഡേ ക്യാമ്പ് റിട്രീറ്റ് വരുന്നുണ്ട്. അപ്പൊ ഞാൻ എവിടെയാണെങ്കിലും, ഞാൻ ഏത് ദേശത്ത് പോയാലും, ഏത് ഗ്രാമത്തിൽ പോയാലും, ഏത് പട്ടണത്തിൽ പോയാലും ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയിക്കുക എന്നതാണ് എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഇപ്പം പ്രത്യേകിച്ച് ഈ ഒരു മോഡേൺ വേൾഡില് നമ്മുടെ കൗമാരക്കാരായിക്കോട്ടെ, യൗവനക്കാരായിക്കോട്ടെ, അവര് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് അത് മനസ്സിലാക്കി അതിനൊരു സൊല്യൂഷൻ കൊടുക്കുക എന്നതാണ് ഇപ്പോഴത്തെ എന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഞാനിപ്പം എന്റെ രാത്രികളായിക്കോട്ടെ, എന്റെ പകലുകളായിക്കോട്ടെ, എന്റെ ജോലി ചെയ്യുന്ന സമയത്തായിക്കോട്ടെ ഞാൻ ചിന്തിക്കുന്നത്. അതിനുവേണ്ടിയുള്ള സൊല്യൂഷൻ കണ്ടെത്തി പ്രത്യേകമായിട്ട് അവരെ കാണുകയും പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് നൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കാം, ഡേ ഷിഫ്റ്റിലൊക്കെ ആണെങ്കിലും
നൈറ്റ് 12 മണിക്കും കോളിംഗ് വരുന്നുണ്ട്. 12 മണിക്കും രാത്രി 2 മണിക്കൊക്കെ പല പിള്ളേരും വരുന്നുണ്ട് ഓരോ റിലീഫിന് വേണ്ടി. പക്ഷെ അവർക്ക് ഞാൻ കൊടുക്കുന്ന ഒരു കോമൺ കൗൺസിലിങ്ങിനെക്കാളിലും, ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള കൗൺസിലിങ്ങിനെക്കാളിലും ഭയങ്കര എഫക്റ്റീവ് ആകുന്നത് വചനത്തിലെ ഒരു വേർഡ് ആയിരിക്കും. അത് അവരെ പിടിച്ചു നിർത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെ അടിയന്റെ ജീവിതത്തിൽ അങ്ങനെ ക്വയറ്റായി മുൻപോട്ട് പോയി, പേഴ്സണൽ ബൈബിൾ സ്റ്റഡി മുന്നോട്ട് പോയി, പല അക്രൈസ്തര ആൾക്കാരും ക്രിസ്തുവിനെ അറിയാനായിട്ട് ഇടയായി. ഇതൊക്കെ ഇതിന്റെ പിന്നില് അന്ന് ദൈവം നൽകിയ ഒരു ദർശനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം യഹോവ നല്ലവനാണെന്നും അവൻ വിശ്വസ്തനാണെന്നും ഞാനത് എക്സ്പീരിയൻസ് ചെയ്തൊരു വ്യക്തിയാണ് വളരെയധികം. കാരണം നാളെയും കർത്താവിന്റെ കരത്തിൽ സുരക്ഷിതമാണെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഏത് സാഹചര്യങ്ങൾ വന്നാലും കർത്താവിനെ മുറുകെ പിടിക്കും. കാരണം ഞാൻ എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. കാരണം ഏകനായിട്ട് ഇരിക്കുമ്പോഴേ ദൈവത്തിന്റെ സാന്നിധ്യം മനസ്സിലാകത്തുള്ളൂ. കാരണം നമ്മൾ ചിന്തിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഞാൻ എന്റെ ലോകത്തിന്റെ ചിന്തകളിലേക്ക് ഞാൻ ഇറങ്ങി ചെല്ലുന്നത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ്. പക്ഷെ അവിടെ ഞാൻ എന്റെ മൈൻഡ് ഓൾറെഡി പോകുന്നത് ഒരു സോഫ്റ്റ്വെയർ പോകുന്ന പോലെ ഓൾറെഡി ചെല്ലുന്നത് വചനത്തിലേക്ക് അല്ലെങ്കിൽ പ്രാർത്ഥനയിലേക്കായിരിക്കും. അവിടെ ഞാൻ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രസൻസിനെ ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ദൈവവചനത്തിലേക്ക് ഞാൻ ഇറങ്ങിത്തിരിഞ്ഞ് അവിടെ വേറൊരു അന്തരീക്ഷം ഞാൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഞാൻ മുഴുകിയിരിക്കും. അങ്ങനെ ജീവിതത്തിൽ 2 പാട്ടുകൾ എഴുതാനും ദൈവം അടിയന്റെ ജീവിതം സഹായിച്ചു. ആ പാട്ടുകളാണേലും ഈ പറഞ്ഞ എന്റെ ജീവിതത്തോട് ചേർന്ന്, കാരണം ഒരു കാലത്ത് ദൈവത്തിന് അകന്നുപോയ ഒരു കാലം ഉണ്ടായിരുന്നു. ഈ ദൈവത്തെ അറിഞ്ഞിട്ടും അകന്നുപോയ ഒരു കാലഘട്ടമുണ്ട്. അന്ന് എന്നോട് പറഞ്ഞു, പാപം ചെയ്ത് അകന്നും നിന്നിൽ ഞാൻ മറന്നും ജീവിച്ചു, എങ്കിലും എന്നെ തിരികെ സ്നേഹിച്ച ഒരു സ്നേഹം. അതുകൊണ്ട് കർത്താവെ നിന്നരികിൽ ഞാൻ വരുന്നേ, എന്നെ മുഴുവനായിട്ട് ഞാൻ നൽകുന്നേ എന്നൊരു വരികൾ അതെന്റെ ജീവിതത്തിൽ എഴുതിയതാണ്. അപ്പൊ അടിയന്റെ ജീവിതത്തിൽ അങ്ങനെ ആ ഒരു പാട്ടിലൂടെയും അനേകരെ ക്രിസ്തുവിലേക്ക് കൊടുക്കാനിടയായി. കോവിഡ് സമയത്താണെങ്കിലും എല്ലാം അടച്ചുപൂട്ടിയ, സഭകളില്ല, ക്ലബ്ബുകൾ നടത്താൻ പറ്റത്തില്ല, ഗാലക്സിയുടെ പ്രോഗ്രാം നടത്താൻ പറ്റത്തില്ല, യൂത്ത് മീറ്റിങ്ങുകൾ ഒന്നും നടത്താൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ അന്ന് ഞാൻ വീട്ടിൽ ഇരുന്ന് ഹാപ്പി ന്യൂസ് എന്ന് പറഞ്ഞൊരു ചെറിയൊരു പത്രം അടിച്ചിറക്കി. അതും എനിക്ക് ഇന്ന് ജോയിൻ ചെയ്ത സജുവിന്റെ സഹായത്തോടെ ഞാനത് ചെയ്തത്. കാരണം സജു ബ്രദർ ഞാൻ എന്റെ കണ്ടന്റ് എഴുതി കൊടുക്കും, സജു ബ്രദർ അത് നോട്ടീസ് പോലെ ആക്കും. ഞാനത് എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം പോലീസൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച് ഞാൻ ഓരോ വീടുകളിലും കൊണ്ട് കൊടുക്കാനിടയായി. അപ്പൊ അങ്ങനെ ഒരു ദൈവം ഏതൊക്കെ രീതിയിൽ ഉപയോഗിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. കാരണം ന്യൂമറസാ. കാരണം പല രീതിയിൽ എഴുത്തിലൂടെ ആണെങ്കിൽ എഴുത്തിലൂടെ, പാട്ടിലൂടെ ആണെങ്കിൽ പാട്ടിലൂടെ ദൈവം തന്ന കഴിവുകൾ, ദൈവം നൽകിയ സമയങ്ങൾ, ദൈവം തന്ന താലന്തുകൾ എന്തൊക്കെയാണോ അതെല്ലാം ഉപയോഗിച്ച് കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ഇടയായി. ഒരു നാള് ഞാൻ സെക്യുലറായിട്ട് ജീവിച്ചു. പക്ഷെ കർത്താവിനെ അറിഞ്ഞതിന് ശേഷം അന്ന് രുചിച്ച ആ ഒരു ലഹരിയേക്കാൾ ഉപരിയായിട്ട് ഇപ്പം കർത്താവിനെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചപ്പം ഞാൻ ശരിക്കും അത് മനസ്സിലാക്കുന്നുണ്ട്. യഹോവയെ ശരണം പ്രാപിക്കുകയും അതേപോലെ യഹോവ നല്ലവനെന്ന് രുചിച്ചറിയാനിടയായി. അതുകൊണ്ട് ഈ നാളുകളിൽ അനേകരെ കർത്താവിലേക്ക് നയിക്കുവാനും പല പിള്ളേരെ പേഴ്സണലി വന്ന് കൗൺസിൽ ചെയ്യാനും അവരെ വചനത്തിൽ ഉറപ്പിക്കുവാനും കഴിഞ്ഞു. ഇതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവം. പറയാൻ ഒരുപാടുണ്ട്, എങ്കിലും ഇതിന്റെയൊക്കെ പിന്നിൽ കുറെ അധ്വാനിച്ചിട്ടുണ്ട്. എന്റെ മാതാപിതാക്കൾ എനിക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ലൊരു കൂട്ടം ആൾക്കാരും ഉണ്ട്. അതിൽ പല രീതിയിൽ തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാണ്. എന്റെ ജീവിതത്തിൽ പല നല്ല മെന്റേഴ്സ് എന്റെ ജീവിതത്തിലുണ്ട്. അതാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സക്സസ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഏതൊരു തകരുന്ന ഒരു ടൈമിലും എന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഞാൻ ഒരു വീക്ക് ആകുന്ന സമയത്ത് ഞാൻ ഇവരെ കണക്ട് ചെയ്യും, ഇവരെന്നെ മോട്ടിവേറ്റ് ചെയ്യും. ഞാൻ വീണ്ടും പിടിച്ചു കയറി. എവിടെ ഞാൻ താഴുന്നോ അവിടെ പിടിച്ചു കയറ്റാൻ ദൈവം കുറച്ചു പേരെയൊക്കെ ഭൂമിയിൽ എവിടേക്കോ ദൈവം എന്നെ ഒരുക്കിയിട്ടുണ്ട്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കർത്താവിനെ രുചിച്ചറിയാനായിട്ട് ഇടയായി. അതുകൊണ്ട് ഞങ്ങളുടെ സിനി ജോയ്സ് സാറിന്റെ ഒരു കൊട്ടേഷൻ ഇങ്ങനെ അതെന്നെ ചിന്തിക്കുന്ന കാര്യം, ജീവിതത്തില് ദൈവം നന്മ തന്നില്ലെങ്കിലും പരിഭവമില്ലാതെ ഓടാനും അതേപോലെ ആർത്തു പെയ്യുന്ന ഒരു പെരുമഴ പോലെ കർത്താവിന് വേണ്ടി അന്ത്യത്തോളം നിൽക്കാനായിട്ടും ഇടയായി തീരണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിനായിട്ട് തന്നെയാണ് ഞാൻ ഓടുന്നത്. ഒരുപാട് സന്തോഷമുണ്ട് ഇത്ര സമയം നൽകിയതിൽ, പ്രത്യേകിച്ച് ഫെന്നി പാസ്റ്റർ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നൽകിയതിൽ. എന്റെ ടെസ്റ്റ് മണി ഞാൻ ഇന്ന് വരെ ആരോടും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഓരോ ഘട്ടങ്ങളിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു സാക്ഷ്യത്തിലായിരിക്കും പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്നാൽ ഇതൊന്നുമല്ല, ഇതിന്റെ പിന്നിൽ ഒരുപാട് എന്റെ മാതാപിതാക്കൾ അനുഭവിച്ച, എന്റെ ലൈവിൽ കണ്ട ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതൊക്കെ ഒരുപാട് ഒരു രക്തസാക്ഷികളൊക്കെ ആകേണ്ട അനുഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും അതിന്റെയൊക്കെ പിന്നിൽ ഒന്നും ആകാതിരുന്നതിന്റെ കാരണം ദൈവത്തിന് മറ്റൊരു പർപ്പസ് ആണ്, ദൈവത്തിന് മറ്റൊരു ഉദ്ദേശമാണെന്ന് മനസ്സിലാക്കി ഇപ്പോഴും കർത്താവിന്റെ സേവയ്ക്കായിട്ട് ദൈവത്തിന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്.
നാളെകളിലും കർത്താവ് അധികമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം. നിങ്ങളുടെ സപ്പോർട്ട് എല്ലാം ഞാൻ ആവശ്യപ്പെടുന്നു, പ്രാർത്ഥനകൾ ആവശ്യപ്പെടുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൽ ഒരുമിച്ച് കർത്താവിന്റെ സേവ നമുക്ക് ചെയ്യാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. പ്രൈസ് ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ പ്രിയ ടീച്ചോ. കർത്താവ് സഹായിക്കട്ടെ. ടീച്ചർ പറഞ്ഞ ഒരു കാര്യം, നല്ല ബന്ധങ്ങൾ, നല്ല സുഹൃത്തുക്കൾ, നല്ല ആത്മീക ബന്ധങ്ങൾ, അത് നമുക്കെല്ലാവർക്കും വേണം. നമുക്കാർക്കും ഈ ഓട്ടം ഒറ്റയ്ക്ക് തീർക്കാൻ പറ്റത്തില്ല. ഇതൊരു ക്രിസ്ത്യ ജീവിതം എന്ന് പറഞ്ഞൊരു ദീർഘദൂര ഓട്ടമല്ലേ, വേഗത്തിൽ ഓടി തീർക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഒറ്റയ്ക്ക് ഓടുന്നതിലും നല്ലതാണ് കൂടെ കുറേ പേർ ഓടുകയാണെങ്കിൽ. ഒരുവൻ വീണാൽ മറ്റൊരുവൻ എഴുന്നേൽപ്പിക്കും. താങ്ങാൻ ആളുകളുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ താങ്ങണം, അവർ നമ്മെ താങ്ങും. പരസ്പരം താങ്ങി പരസ്പരം സപ്പോർട്ട് ചെയ്ത് ഈ യാത്ര നമുക്ക് മുഴുവിപ്പിക്കാൻ പറ്റും. മാതാപിതാക്കളെക്കുറിച്ച് പറഞ്ഞു. മാതാപിതാക്കളുടെ പ്രാർത്ഥന, അവരുടെ സമർപ്പണം, അവരനുഭവിച്ച കഷ്ടങ്ങൾ. ഞാൻ പല സെഷൻസിൽ യൗവനക്കാരായ പലരും വന്ന് സാക്ഷ്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു സെൻറ്റൻസാണ്, അവർ കൊണ്ട വെയിലാണ് നമ്മുടെ തണലെന്ന് പറയുന്നത്. പല ചെറുപ്പക്കാരും അത് മനസ്സിലാക്കുന്നില്ല. നമ്മളിന്ന് അനുഭവിക്കുന്ന സുഖസൗകര്യങ്ങൾക്ക് പിന്നിൽ അവർ കൊണ്ട വെയിലുണ്ട്, ഒഴുക്കിയ കണ്ണുനീരുണ്ട്. അത് ഒരിക്കലും നമുക്ക് മറക്കുവാൻ കഴിയില്ല. സമയം ഇല്ലെന്നോർത്താണോ അനുഭവങ്ങൾ ഇനിയും പറയാനുണ്ട് എന്ന് പറഞ്ഞ് നിർത്തിയത്? അത് ജസ്റ്റ് എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. കുറെ ഉണ്ടായിരുന്നു എങ്കിലും. അതെ, മാതാപിതാക്കളെക്കുറിച്ചോ കുടുംബം അനുഭവിച്ച ദൈവിക വിടുതലുകളെക്കുറിച്ചോ എന്തെങ്കിലും അങ്ങനെ മറക്കാനാവാത്ത അനുഭവങ്ങളുണ്ടെങ്കിൽ, ജീവിതത്തിൽ അനുഭവിച്ച ദൈവപ്രവൃത്തി ഉണ്ടെങ്കിൽ ഒരു 4-5 മിനിറ്റോട് എടുത്ത് പറയാം കേട്ടോ. നമുക്ക് സമയത്തിനൊന്നും റെസ്ട്രിക്ഷൻ ഇല്ല. ഇത് ആസാദി TV ആണ്. ആസാദി എന്ന പദത്തിൻ്റെ അർത്ഥം സ്വാതന്ത്ര്യം എന്നാണ്. വി ഹാവ് ഫ്രീഡം, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഓക്കെ, അത് എൻ്റെ കൊച്ചിലെയാണ്. അതൊരു 8-9 ക്ലാസ് 7ാം ക്ലാസ്സിൽ പഠിച്ച സമയത്താണ്. അന്ന് ഞങ്ങൾ മുളക്കയിലാണ് താമസിക്കുന്നത്. അപ്പം മുളക്കയിൽ താമസിക്കുമ്പോൾ ഒരു ഹൈന്ദവരുടെ ഒരു വലിയ കോട്ടയാണ്. അപ്പം അച്ഛൻ എപ്പോഴും മിനിസ്ട്രി ചെയ്യാൻ ആഗ്രഹിക്കുന്ന അക്രൈസ്തവരായിട്ടുള്ള ഇടയിൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അന്നും ഇന്നും അങ്ങനെ തന്നെയാണ് ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത്. അപ്പം അച്ഛനും അമ്മയും അനുഭവിച്ച ഒരു ഇൻസിഡന്റ് മാത്രം ഞാൻ പറയാണ്. അത് പേരൻസ് എന്നോട് ഓപ്പണായിട്ട് പറഞ്ഞിട്ടില്ല, എങ്കിലും ഞാൻ പലരിലൂടെ അറിഞ്ഞ ഒരു വാർത്തയാണ്. ഒരിക്കൽ ഒരു രാത്രിയിൽ എന്നെ അപ്പുറത്തുള്ള ഞങ്ങൾ ഇന്ന് വാടക വീട്ടിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വാടക വീട്ടിൽ നിന്ന് അപ്പുറത്തുള്ള ഒരു ആന്റിയുടെ വീട്ടിലേക്ക് എന്നെ മാറ്റി നിർത്തി. എന്നെ അവിടെ നിന്നോളാൻ പറഞ്ഞു. അപ്പൊ അവിടുത്തെ ആന്റി എന്നെ കൊണ്ടുപോയി നിർത്തി. കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ 5-6 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത് അതെന്തിനാണ് മാറ്റി നിർത്തിയെന്നുള്ളത്. കാരണം അത് വേറൊന്നിനും അല്ലായിരുന്നു. അന്നത്തെ RSSലെ ആൾക്കാർ അച്ഛനെയും അമ്മയും അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കോട്ടയിലേക്ക് കൊണ്ടുപോയി. ആക്ച്വലി കുറെ ചോദ്യം ചെയ്യലുകളും കുറെ ഉപദ്രവിക്കാനും, അതേപോലെ ആ ഒരു തരത്തിൽ അതാ ഞാൻ പറഞ്ഞ ഒരു രക്തസാക്ഷിയൊക്കെ ആകേണ്ട ഒരു അനുഭവം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ലെവലിലൊക്കെ ഞാൻ ഓർക്കുന്നു, ഞാൻ ആ സ്ഥലത്തൂടെ പോയിട്ടുണ്ട്. എന്റെ മാതാപിതാക്കൾ എന്നെ അറിഞ്ഞിട്ടില്ല. അതിന് കുറെ 5-6 വർഷം ശേഷം ഞാനത് അറിയുന്നത് പോലും 5-6 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. അന്ന് എന്റെ ബ്രദർ അമ്മ ക്യാരി ചെയ്യായിരുന്നു. അപ്പം ആ സമയത്ത് ഇവരെ കൊണ്ടുപോയി. അപ്പം കൊണ്ടുപോയിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. കാരണം അന്ന് അച്ഛനും അമ്മയൊക്കെ ട്രാക്ട് കൊടുക്കുമായിരുന്നു. അക്രൈസ്തരായിരിക്കുന്ന ആൾക്കാരിലൊക്കെ കൊണ്ട് ട്രാക്ട് കൊടുക്കുമായിരുന്നു. അപ്പൊ ട്രാക്ട് കൊടുത്തതിന്റെ പേരിൽ ഇവര് വിളിച്ചിട്ട് കുറെ ഉപദ്രവിക്കാനുള്ള ഒരു ലെവലിൽ, എല്ലാം തീർക്കാന്നുള്ള ഒരു ലെവലിലായിരുന്നു കാര്യങ്ങളുടെ മുന്നോട്ടുള്ള പോക്ക്. അപ്പം അന്ന് നൈറ്റ് തിരിച്ചു വന്നു. എന്റെ മുന്നിൽ ഒരു ഹാപ്പി ആയിരുന്നു. പാസ്റ്റർ പറഞ്ഞ ആ ഒരു വേർഡ് എന്നെ ചിന്തിപ്പിക്കുന്നു. അവര് കൊണ്ട വെയില്, എന്റെ അപ്പനും അമ്മയും അനുഭവിച്ച ഒരു കഷ്ടത, സഹിഷ്ണുത എന്ന് പറയുന്നത് ചില്ലറയല്ല എന്ന് ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എന്റെ പഠനകാര്യത്തിലായിക്കോട്ടെ, എന്റെ ഓൾ ലൈഫ് അവർ ഒരുപാട് എന്നെ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട്, ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഒരുപാട് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് മിനിസ്ട്രിയിൽ പോലും തന്നെ അവരെന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. അപ്പൊ ഈ ഒരു സംഭവം ഞാൻ അറിയുന്നത് വേറൊരു ആന്റിയിലൂടെയാണ് അറിയുന്നത്. ടിജോമോനെ, നിന്നെ അവിടെ ഒരു മണിക്കൂർ നിന്നെ ഒറ്റക്കിട്ടിട്ട് പോയത് വേറൊന്നുമല്ല, അവരെ തല്ലാനായിട്ടാ, അവരെ കൊല്ലാനായിട്ടാ കൊണ്ടുപോയെന്നുള്ള ഒരു കാര്യം ഞാൻ തിരിച്ചറിയുന്നത് 5-6 വർഷത്തിന് ശേഷം. അതെന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. കാരണം അത്രത്തോളം വില്ലിങ്ങായി നിൽക്കുന്ന ഒരു നല്ലൊരു പേരൻസിന്റെ മകനായി ജനിക്കാൻ കഴിഞ്ഞതിൽ അതിലേറെ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാനിപ്പോഴും വെരി താങ്ക്ഫുൾ ആണ് ദൈവത്തോട്. അടിയന്റെ ജീവിതം എത്രത്തോളം ആക്കിയതിലും ഒരുപാട് നല്ല ബന്ധങ്ങൾ കിട്ടി, ഒരുപാട് നല്ല സുഹൃത്തുക്കൾ കിട്ടി, ഒരുപാട് നല്ല എന്നെ ശാസിക്കാനും എന്നെ നേർവഴിക്ക് നയിക്കാനും ഒരുപാട് മെന്റേഴ്സിനെ ദൈവം നൽകി. അവരൊക്കെ പല ഭാഗത്തായിട്ട്
അവരും കർത്താവിന്റെ വേലയിൽ നിൽക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അനേകരുണ്ട്. എല്ലാത്തിനും ഓർത്ത് ഞാൻ എപ്പോഴും ദൈവത്തിന് മഹത്വം, നന്ദി, എല്ലാ ബഹുമാനവും ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുക്കുകയാണ്. ദൈവം ധാരാളമായിട്ട് സഹായിക്കട്ടെ മോനെ. കർത്താവ് മാതാപിതാക്കളെയും സഹോദരനെയും ഒക്കെ അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് ഈ നല്ല സെഷനെ ഓർത്ത് സ്തോത്രം ചെയ്യാം. നമുക്കൊന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഇവയുടെ എല്ലാ പ്രിയമുള്ള കുഞ്ഞുങ്ങളെയും കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും ആദ്യമായിട്ട് ഈ ഒരു സൂം മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്ത എല്ലാ പ്രിയമുള്ളവരെയും ഓർത്ത് സ്തോത്രം ചെയ്ത് നിങ്ങളെല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ സജുമത്തി പരുമല്ല പ്രാർത്ഥിക്കാം. നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ സ്വർഗസ്നായ പിതാവേ, അബ്ബാപിതാവ് എന്ന് വിളിച്ചുകൊണ്ട് അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ അങ്ങ് നൽകിയ പുത്രത്തിന്റെ ആത്മാവിനായി സ്തോത്രം ചെയ്യുന്നു. ബ്രദറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമേ, അങ്ങയുടെ ദാസനോട് കേൾപ്പിച്ച നല്ല എൻകറേജിംഗ് ആയ ടെസ്റ്റിമണിയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ദാസനെ പിന്നെയും അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനായി ശക്തമായി ദൈവം ഉപയോഗിക്കേണ്ടതിന് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ ഫാമിലിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമേ, കഴിഞ്ഞ നാളുകളിൽ നേരിട്ട കഷ്ടതകളൊക്കെ അങ്ങ് അത്ഭുതകരമായി വിടുവിച്ച വൻ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പിന്നെയും അങ്ങയുടെ ചുരുങ്ങിന്റെ മറവിൽ അങ്ങ് മാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബ്രദറിന്റെ കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബ്രദറെ ഇനിയും അങ്ങ് ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലൊക്കെയും അങ്ങയുടെ വിശ്വസ്തനായി നിൽപ്പാനുള്ള കൃപ, അങ്ങക്ക് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടാനുള്ള കൃപയാൽ അങ്ങയുടെ ദാസനെ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ലൈഫ് ബോട്ടിലേക്ക് തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന അനേക യൗവനക്കാരെ പിന്നെയും കരം പിടിച്ചു ഉയർത്തുവാൻ അങ്ങയുടെ ദാസനെ ബലപ്പെടുത്തേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ബ്ലസ് ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഫിനിപ്പാസ്റ്റെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പിന്നെയും അനേകരെ മുന്നോട്ട് നയിപ്പാൻ ആവശ്യമായ ദൈവകൃപയാൽ അങ്ങയുടെ ദാസനെയും കുടുംബത്തെയും ദൈവം നിറയ്ക്കുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാധിച്ചാലെ ബ്ലസ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് ചാനൽ ഒരു അനുഗ്രഹവും വിടുതലുമാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തമ്മിൽ കാണുമ്പോഴേയും വീണ്ടും മംഗള ഞങ്ങൾ ഓരോരുത്തരെയും മറക്കുമാറാകണമേ. പുത്രനെ മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിനെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ സഹവാസം കാവൽ നമ്മെല്ലാവരുടെ മേലും, പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ ടിജോയുടെ മേൽ തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ശുശ്രൂഷകളിലും ഒക്കെ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ വീക്ക്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യുവാടെ എല്ലാ കൂട്ടുകാരെയും കർത്താവ് മാനിക്കട്ടെ. അടുത്ത വീക്കിൽ നല്ലൊരു ജീവിതാനുഭവം ട്യൂസ്ഡേ ഈവനിങ് സൂം മീറ്റിങ്ങിലൂടെ നമ്മൾ കേൾക്കുന്നതാണ്. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ഡേ.